ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സിബിലാസ് ഡയറി. ഞാനിന്നിവിടെ മീൻ പൊള്ളിച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് ആവശ്യമുള്ള നമുക്ക് നോക്കാം. ഞാൻ ആദ്യം തന്നെ ചട്ടിയിൽ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി, 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ, പിന്നെ ആവശ്യത്തിന് ഉപ്പും ആവശ്യാനുസരണം വെള്ളവും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഞാനിവിടെ എത്രയാണോ ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ടുള്ളത് ആ ഒരു മെഷർമെൻറ്റിൽ നിങ്ങൾ പോയാൽ മതി. കാരണം ഞാനിവിടെ 3 മീനിനാണ് എടുത്തിട്ടുള്ളത്. അപ്പം അത് കറക്റ്റായിട്ടാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ. അപ്പോൾ 3 മീനിന് നിങ്ങൾ ഈ ഒരു അളവെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ പേസ്റ്റ് കുറച്ച് തിക്കായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഫിഷിലേക്ക് ഇത് ഈവണായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എല്ലാ സ്ഥലത്തും എത്തുന്ന രീതിയിൽ നല്ലപോലെ എല്ലാ സ്ഥലത്തും നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ മീൻ നമ്മൾ മസാല എല്ലാം പുരട്ടി കഴിഞ്ഞതിന് ശേഷം നമ്മൾ പൊരിക്കുന്നതിന് മുൻപ് ഒരു 10 മിനിറ്റ് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. എന്നാൽ മാത്രമേ മസാല എല്ലാ സ്ഥലത്തും കറക്റ്റായിട്ട് പിടിക്കുള്ളൂ. ആ ഒരു മസാല പിടിക്കാനുള്ള സമയം നമ്മൾ കൊടുക്കണമല്ലോ. അപ്പം അതുകൊണ്ട് ഒരു 10 മിനിറ്റ് നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. അങ്ങനെ മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള മീനാണിത്. അത് നമ്മൾ ഫ്രൈ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ, നല്ല വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് നമ്മളിത് പൊരിച്ചെടുക്കുന്നത്. അപ്പം വെളിച്ചെണ്ണയിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ ഒരു 3 ഫിഷ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇവിടെ മീൻ പൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ മറ്റൊരു ഫ്രൈ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 4 സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ മീൻ പൊള്ളിച്ചെടുക്കുകയാണല്ലോ, നമ്മൾ വാഴയിലയിൽ വെച്ചിട്ടാണ് ഇത് പൊള്ളിച്ചെടുക്കുന്നത്. അപ്പം അതിലേക്കുള്ളൊരു മസാലയാണിത്. അപ്പം അതാണ് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ 4 സവാള ഇവിടെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം ചെറുതായിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട്. നമ്മൾ ചേർത്ത് കൊടുക്കുക 4 കഷ്ണം ഇഞ്ചി, 4 കഷ്ണം വെളുത്തുള്ളി, ഒരു 5-6 ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക, കുറച്ച് കറിവേപ്പില, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക, 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക, 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 നാരങ്ങയുടെ നീരും കൂടി ഒഴിച്ച് കൊടുത്താൽ നമ്മുടെ ഈ ഒരു മിക്സർ റെഡിയാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആയി. പിന്നെ ആവശ്യാനുസരണം വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരുപാട് ലൂസാക്കണ്ട. ഈ ഒരു പേസ്റ്റാണ് നമുക്ക് വേണ്ടത്. അപ്പം അതവിടെ അടിക്കുന്ന സമയത്ത് നമ്മുടെ സവാളൊക്കെ ഇങ്ങനെ വഴറ്റി വരുന്ന സമയത്ത് കുറച്ച് തക്കാളി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം തക്കാളിയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിലേക്ക് വീണ്ടും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അപ്പം നമ്മൾ ഇതൊന്ന് വഴറ്റി കഴിയുമ്പോഴേക്കും നമ്മുടെ മസാല അവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ മിക്സറിലിട്ട് അരച്ച മസാല, നമ്മുടെ ചെറിയുള്ളിയും പച്ചമുളകും ഒക്കെ ഉള്ളതിൻ്റെ പേസ്റ്റാണത്. അപ്പം ഇത് നന്നായിട്ട് തന്നെ കൂട്ടി യോജിപ്പിക്കുക. എന്നിട്ട് ഇത് കുറച്ച് തിക്കാക്കി എടുക്കുക. കാരണം ഇതാണ് നമ്മൾ വാഴയിലയിലേക്ക് വെക്കാൻ പോകുന്ന മസാല. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ മീൻ അവിടെ പൊരിഞ്ഞു കഴിഞ്ഞു, നമ്മുടെ മസാല ഇവിടെ റെഡിയാണ്. ഇനി നമ്മുടെ വാഴയില കുറച്ചൊന്ന് ആദ്യം ചൂടാക്കി എടുക്കുക. ഈ വാഴയില കണ്ടിട്ട് നിങ്ങൾക്കൊന്നും തോന്നരുത്, ഇവിടെ വാഴയില കിട്ടാനില്ല. ഞങ്ങളൊരു 5-6 ഷോപ്പിൽ കയറിയിട്ട് ലാസ്റ്റത്തെ ഷോപ്പിൽ നിന്ന് കിട്ടിയതാണ്. അതാണിത് കുറച്ച് ഡള്ളായിട്ടുള്ളൊരു വാഴയില. പക്ഷേ പ്രശ്നമില്ല. നമ്മളിതാ ഇവിടെ വാഴയിലയിൽ ആദ്യം കുറച്ച് മസാല വെച്ച് കൊടുക്കുക. അതിൻ്റെ മേലെ മീൻ വെച്ച് കൊടുക്കുക. അത് കഴിഞ്ഞ് വീണ്ടും കുറച്ച് മസാല ചേർത്ത് കൊടുക്കുക. പിന്നെ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. ഈ ഒരു തക്കാളിയും അതേപോലെ നാരങ്ങയും വെച്ചിട്ട് ഇത് ആ ഒരു വാഴയില നമ്മളിങ്ങനെ തുറക്കുന്ന സമയത്തുള്ളൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു ചെറിയൊരു നല്ല രസമുള്ളൊരു പുളിപ്പും ഉണ്ടാവും, നമ്മുടെ തക്കാളിയുടെയും അതേപോലെ നാരങ്ങയുടെയും പുളിപ്പ്. അപ്പം ഇതെല്ലാം വെച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വാഴയില ഇതേപോലെ 2 മടക്കാക്കിയിട്ട് കെട്ടിക്കൊടുക്കുക. ഞാനിവിടെ വാഴയില കെട്ടുന്ന സമയത്ത് ഞാൻ ആദ്യം വാഴയിലയുടെ നാര് വെച്ചിട്ടാണ് ഇത് കെട്ടാൻ നോക്കിയത്. പക്ഷേ വാഴയിലയുടെ നാര് തികഞ്ഞില്ല എന്ന് പറയാം. അപ്പം ഞാൻ ആദ്യം അത് വെച്ച് കെട്ടുന്നുണ്ട് ഇതിൽ. അത് കഴിഞ്ഞ് ഇത് തികയാഞ്ഞപ്പം ഞാൻ നമ്മുടെ സാധാരണ ജൂട്ടിൻ്റെ കയറ് വെച്ചിട്ടാണ് ഇത് കെട്ടിക്കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കെട്ടുന്ന സമയത്ത് സൂക്ഷിക്കുക, ഭയങ്കരമായിട്ട് ടൈറ്റ് ആക്കിയിട്ടൊന്നും കെട്ടരുത്. മീനാണ്, പൊടിഞ്ഞു പോവും. അപ്പം പൊടിയാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ സൂക്ഷിച്ചിട്ട് ഒരു നല്ല രീതിയിൽ കുറച്ചൊന്ന് ലൂസാക്കിയിട്ട് കെട്ടിക്കൊടുക്കുക. എന്നിട്ട് നമ്മൾ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ മാത്രമാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണയിലേക്ക് ഈ വാഴയിലയിൽ നമ്മൾ പൊതിഞ്ഞ് വെച്ചിരിക്കുന്ന മീനും മസാലയും എല്ലാം ഒരു ഫ്രൈ പാനിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് 2 ഭാഗവും അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് മറിച്ചിട്ട് കൊടുക്കുക. ഒരു 4-5 മിനിറ്റ് മാത്രം ചെയ്താൽ മതി. കാരണം നമ്മളിത് ഓൾറെഡി പൊരിച്ചെടുത്ത മീനാണ്. പിന്നെ ഈ ഒരു മസാലയുടെ കൂടെ പിടിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മളിതിങ്ങനെ ചെയ്യുന്നത്.
അപ്പോൾ ഇതാ നമ്മുടെ വാഴയിലയിൽ പൊരിച്ചെടുത്ത മീൻ ഏകദേശം എല്ലാം അതവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഇത് പൊളിച്ചിട്ട് നല്ലൊരു സ്മെല്ലാണ് ഫസ്റ്റ് വരിക. നമ്മുടെ മീനിൻ്റെ മസാലയും എല്ലാം പിടിച്ചിട്ടുള്ളൊരു ഒരു അടിപൊളി സ്മെല്ലാണ്. ഇപ്പോൾ ഇത് പൊളിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും മീനും മസാലയെല്ലാം കൂട്ടി യോജിച്ച ആ ഒരു തക്കാളിയുടെയും പിന്നെ ആ നാരങ്ങയുടെ ഒക്കെ ചെറിയൊരു പുളിപ്പും നമ്മുടെ ആ മീനിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഇത്ര തന്നെ ഉള്ളൂ നമ്മുടെ മീൻ പൊള്ളിച്ചെടുത്തത്. വാഴയിലയിൽ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടാണ് നമ്മളത് പൊരിച്ചെടുത്തിട്ടുള്ളത്. എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഈ ഒരു ഡിഷ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പം എല്ലാവരും നമ്മുടെ ചാനൽ കാണുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നത് വരേക്കും എല്ലാവർക്കും സിവിലാസ് ഡയറിയുടെ വെക്കാം. അസ്സലാമ.